ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോനൂസ് ഇൻസ്പയർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ വളരെ സിമ്പിളായ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ്, പൈപ്പും ടാങ്കും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ PSC സ്ഥിരം ആവർത്തിക്കുന്ന 1-2 മോഡൽസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിലെ ക്ലാസ്സുകൾ നമ്മൾ ക്രമീകരിക്കാൻ ശ്രമിച്ചത് ഒരു മാത്സിൻ്റെ ക്ലാസ്, ഒരു ഇംഗ്ലീഷ് ക്ലാസ്, അതായിരുന്നു 1:1 എന്ന അനുപാതത്തിലാണ് ക്ലാസ്സുകൾ ക്രമീകരിക്കാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം കൂടുതൽ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ചെയ്തു വന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ മാക്സിമം മാത്സിൻ്റെ ക്ലാസ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന ടോപ്പിക്കിലെ വളരെ സിമ്പിളായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: P എന്ന പൈപ്പ് 10 മണിക്കൂർ കൊണ്ടും Q എന്ന പൈപ്പ് 15 മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുമെങ്കിൽ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുന്നു. ഫസ്റ്റ് പറയുന്നു P എന്ന പൈപ്പ് 10 മണിക്കൂർ കൊണ്ടും Q എന്ന പൈപ്പ് 15 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ടാങ്ക് എന്ന് വിചാരിക്കുക. ഈ ടാങ്ക് നിറയ്ക്കുന്നു. ഇങ്ങനെയാണ് എങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ആദ്യം അറിയണം. ടാങ്കിൽ എത്ര ലിറ്റർ കൊള്ളും, അല്ലെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയുക. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ LCM കാണണം. ഈ തന്നിരിക്കുന്ന 2 മണിക്കൂറുകളുടെയും 10ന്റെയും 15ന്റെയും LCM കാണുന്നു. 10, 15. LCM കാണാൻ വളരെ സിമ്പിളാണ്. ഏറ്റവും വലിയ സംഖ്യ എടുക്കുന്നു, ചെറിയ സംഖ്യ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. 15 വലിയ സംഖ്യ. 15നെ 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് 15 അല്ല LCM. അങ്ങനെ വന്നാൽ അതിൻ്റെ ഗുണിതം, 15ന്റെ അടുത്ത ഗുണിതം 30. 30 എന്ന സംഖ്യയെ ഈ 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. 3, 10, 30. നമ്മുടെ ആൻസർ LCM എന്ന് പറഞ്ഞാൽ 30. LCM 30 കിട്ടി. അതിനർത്ഥം ഈ ടാങ്കിന്റെ കപ്പാസിറ്റി, ഈ ടാങ്കിൽ കൊള്ളുന്ന ജലം 30 ലിറ്റർ ആണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, 10 മണിക്കൂർ കൊണ്ടാണ് P എന്ന പൈപ്പ് 30 ലിറ്റർ നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ നിറയ്ക്കും എന്നറിയാൻ ഇതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി കാണുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 30 ആണ്. 1 മണിക്കൂർ കൊണ്ട് നിറയുന്നത് എത്രയെന്ന് കണ്ടുപിടിക്കാൻ 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ഈ P എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. Q എന്ന പൈപ്പ് 15 മണിക്കൂർ കൊണ്ടാണ് 30 ലിറ്റർ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ ഫിൽ ചെയ്യും എന്നറിയാൻ 15നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2, 15, 30. ഈ 2 Q എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ടോട്ടൽ നിറയ്ക്കേണ്ടത് 30 ലിറ്റർ ആണ്. P എന്ന പൈപ്പ് 10 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയ്ക്കുമെന്ന് കണ്ടുപിടിക്കാൻ ടോട്ടലായ 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 3. ഈ 3 P എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. അതുപോലെ തന്നെ Q 15 മണിക്കൂർ കൊണ്ടാണ് ഈ ടാങ്ക് നിറയ്ക്കുന്നത്. ടോട്ടൽ നിറയ്ക്കേണ്ടത് 30 ലിറ്റർ ആണ്. എന്നാൽ 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയ്ക്കും എന്ന് കണ്ടുപിടിക്കാൻ, അതായത് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 2. ഈ 2 Q എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. P എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി 3, Q എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി 2. ഇനി ശ്രദ്ധിക്കുക, 2 പൈപ്പും ഒരുമിച്ച് തുറന്നു. 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ഈ 2 എഫിഷ്യൻസിയും തമ്മിൽ കൂട്ടുന്നു. 5 ടോട്ടൽ എഫിഷ്യൻസി. 2 പൈപ്പും ഒരുമിച്ച് തുറന്നു. 5 യൂണിറ്റ് വെച്ചാണ് 1 മണിക്കൂർ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നിറയ്ക്കേണ്ടത് 30 ടോട്ടൽ നിറയ്ക്കേണ്ടത്. 1 മണിക്കൂർ കൊണ്ട് നിറയുന്നത് 5. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് നിറയുമെന്ന് അറിയാൻ ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. 30 ഡിവൈഡ് ബൈ 5 6. 6 മണിക്കൂർ കൊണ്ടാണ് നിറയുന്നത്. നമ്മുടെ ആൻസർ 6. ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞു P എന്ന പൈപ്പ് 10 മണിക്കൂർ, Q എന്ന പൈപ്പ് 15 മണിക്കൂർ. ഈ ടാങ്കിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു, എത്ര ലിറ്റർ ഇതിനകത്ത് കൊള്ളുമെന്നറിയാൻ ഈ 2 മണിക്കൂറുകളുടെയും ലെസ് ആകൂ. ആൻസർ 30 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ പൈപ്പിന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ആദ്യം
ടോട്ടലായ 30-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 3 ഈ പി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി, 1 മണിക്കൂറിൽ നിറയ്ക്കാനുള്ള കഴിവ്. അത് കഴിഞ്ഞ് ക്യൂ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ ടോട്ടലായ 30-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ 2. ഇനി 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ എഫിഷ്യൻസി നമ്മൾ കൂട്ടുന്നു, 3 + 2 ആൻസർ 5. 5 രണ്ടുപേരും ഒരുമിച്ച് തുറന്നുള്ള എഫിഷ്യൻസി. ഇനി ശ്രദ്ധിക്കുക, ടോട്ടൽ നിറയ്ക്കേണ്ടത് 30, രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി 5. അങ്ങനെയാണെങ്കിൽ 30/5 6 മണിക്കൂർ കൊണ്ടാണ് 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ നിറയ്ക്കുന്നത്. പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിന്റെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്തു പോകാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന പൈപ്പ് 8 മിനിറ്റ് കൊണ്ടും ബി എന്ന പൈപ്പ് 24 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുമെങ്കിൽ 2 പൈപ്പും ഒരുമിച്ച് ചേർന്നാൽ എത്ര സമയം കൊണ്ട് നിറയ്ക്കാൻ കഴിയും? ആദ്യം ചെയ്യുന്നത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുന്നു. എ എന്ന പൈപ്പ് 8 മിനിറ്റ് കൊണ്ട്, ബി എന്ന പൈപ്പ് 24 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പൊ ഇങ്ങനെ തന്നാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ടാങ്കിന്റെ കപ്പാസിറ്റിയാണ്. ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നറിയാൻ വളരെ സിമ്പിൾ. 8-ന്റെയും 24-ന്റെയും എൽസിഎം കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ സംഖ്യ എടുക്കുന്നു. ചെറിയ സംഖ്യ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. 3 × 8 24, അതുകൊണ്ട് തന്നെ 24 എൽസിഎം. 24 കിട്ടി. ടാങ്കിന്റെ കപ്പാസിറ്റി 24. ഇനി ശ്രദ്ധിക്കേണ്ടത് എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കാണണം. എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ 8 മണിക്കൂർ കൊണ്ടാണ് 24 ലിറ്റർ നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയ്ക്കും എന്ന് കാണാൻ 8-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ 3 എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. 24 മണിക്കൂർ കൊണ്ടാണ് 24 ലിറ്റർ നിറയ്ക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയ്ക്കുമെന്നറിയാൻ 24-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ 1 ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ 2 എഫിഷ്യൻസിയും തമ്മിൽ കൂട്ടുന്നു. 3 + 1 4 2 പൈപ്പിന്റെയും എ പ്ലസ് ബി 2 പൈപ്പിന്റെയും എഫിഷ്യൻസി. 2 പൈപ്പിന്റെയും എഫിഷ്യൻസി കിട്ടി. ടോട്ടൽ നിറയ്ക്കേണ്ട ജലം എന്ന് പറഞ്ഞാൽ 24 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് നിറയും എന്ന് കണ്ടുപിടിക്കാൻ ഈ 24-നെ ടോട്ടൽ എഫിഷ്യൻസിയായ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ 6 മിനിറ്റ് കൊണ്ടാണ് 6 മിനിറ്റ് കൊണ്ടാണ് ഈ ടാങ്ക് നിറയുന്നത്. ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. എ എന്ന പൈപ്പ് 8 മിനിറ്റ് കൊണ്ടും ബി എന്ന പൈപ്പ് 24 മിനിറ്റ് കൊണ്ടുമാണ് ടാങ്ക് നിറയ്ക്കുന്നത്. അങ്ങനെ തന്നാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടാങ്കിന്റെ കപ്പാസിറ്റി, ടാങ്കിൽ എത്ര ലിറ്റർ ജലം കൊള്ളും. അത് കണ്ടുപിടിക്കാൻ 2-ന്റെയും എൽസിഎം കണ്ടുപിടിക്കുന്നു. ഈ തന്നിരിക്കുന്ന 8-ന്റെയും 24-ന്റെയും എൽസിഎം കണ്ടുപിടിക്കുന്നു, ആൻസർ 24. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടാങ്കിന്റെ കപ്പാസിറ്റിയും 24. ടാങ്കിന്റെ കപ്പാസിറ്റി 24 കിട്ടിക്കഴിഞ്ഞാൽ എ എന്ന പൈപ്പിന്റെയും ബി എന്ന പൈപ്പിന്റെയും എഫിഷ്യൻസി കാണുന്നു. ഈ 8 കൊണ്ട് 24 ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് എയുടെ എഫിഷ്യൻസി കിട്ടുന്നു. 24 കൊണ്ട് 24 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ എഫിഷ്യൻസി കിട്ടുന്നു. രണ്ടും ഒരുമിച്ച് തുറക്കുന്നത് കൊണ്ട് തന്നെ 2-ന്റെ എഫിഷ്യൻസി തമ്മിൽ കൂട്ടുന്നു. 3 + 1 4. ടോട്ടൽ എത്ര മണിക്കൂർ കൊണ്ട് നിറയും എന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ ലിറ്ററിനെ 24-നെ എഫിഷ്യൻസി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ 6 മിനിറ്റ് ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ എന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ടും ബി എന്ന പൈപ്പ് 15 മിനിറ്റ് കൊണ്ടും സി എന്ന പൈപ്പ് 12 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുന്നു എങ്കിൽ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആദ്യം എ എന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ട്, 2 ബി എന്ന പൈപ്പ് 15 മിനിറ്റ് കൊണ്ട്, 3 സി എന്ന പൈപ്പ് 12 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയ്ക്കുന്നത്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടാങ്കിന്റെ കപ്പാസിറ്റിയാണ്. ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അത് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മണിക്കൂറുകളുടെ എൽസിഎം കണ്ടുപിടിക്കുന്നു. 20, 15, 12. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുന്നു 20. 20 കൊണ്ട് 15 പൂർണ്ണമായി വായിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ 40 എടുക്കുന്നു. 40ഉം 15-ൽ പോവില്ല. അത് കഴിഞ്ഞ് 60.
20ന്റെ ഗുണിതങ്ങൾ എടുത്തു പോകുന്നു. 60 കൊണ്ടാണ് ഈ രണ്ട് സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നത്. 4 15 60, 5 12 60. നമ്മുടെ LCM 60. 60 LCM എങ്കിൽ ടോട്ടൽ കപ്പാസിറ്റിയും 60. ഈ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി 60. ഇനി ശ്രദ്ധിക്കുക, എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി 1 മണിക്കൂർ കൊണ്ട് നിറയ്ക്കാനുള്ള കഴിവ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മണിക്കൂറിനെ ഈ കപ്പാസിറ്റി LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 60 ഡിവൈഡഡ് ബൈ 20 സമം 3. 3 20 60. എയുടെ എഫിഷ്യൻസി 3. ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിയുടെ മണിക്കൂർ 15 മണിക്കൂർ കൊണ്ടാണ് നിറയ്ക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയ്ക്കും എന്നറിയാൻ 15നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 15 60. 4 ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. ഇനി സി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 12 മണിക്കൂർ കൊണ്ടാണ് സി എന്ന പൈപ്പ് നിറയ്ക്കുന്നത്. 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 12 60. സി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി 5. ഇനി 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ അവയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഈ 3 എഫിഷ്യൻസി തമ്മിൽ കൂട്ടുന്നു. 4 3 4 3 7 7 5 12. 12 3 പൈപ്പും ഒരുമിച്ച് തുറന്നാലുള്ള എഫിഷ്യൻസി. ഇനി 3 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും എന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ എത്ര ലിറ്റർ? 60 ലിറ്റർ ആണ്. 12 എഫിഷ്യൻസി. 5 12 60. 5 മിനിറ്റ് കൊണ്ടായിരിക്കും നിറയുന്നത്. 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ 5 മിനിറ്റ് കൊണ്ടായിരിക്കും ടാങ്ക് നിറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട. ഈ LCM മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി. ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന മണിക്കൂറുകളുടെ LCM. 4th ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന പൈപ്പിന് ഒരു ടാങ്ക് നിറയ്ക്കാൻ 16 മിനിറ്റ് വേണം. ബി എന്ന പൈപ്പിന് ആ ടാങ്കിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞ് ശൂന്യമാക്കാൻ 20 മിനിറ്റ് വേണം. എങ്കിൽ 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ടാങ്ക് എത്ര മിനിറ്റ് കൊണ്ട് നിറയും എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ശ്രദ്ധിക്കുക, നേരത്തെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു പൈപ്പ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നു, മറ്റൊരു പൈപ്പ് കൊണ്ട് ടാങ്കിലെ ജലം മുഴുവൻ ഒഴുക്കിക്കളയുന്നു. ശ്രദ്ധിക്കുക, ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. എ എന്ന പൈപ്പാണ് 16 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കുന്നത്. രണ്ടാമത് പറയുന്നു ബി എന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് ടാങ്കിലെ ജലം ഒഴുക്കിക്കളയുന്നു. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇത് പോസിറ്റീവാണ്, നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇവിടെ നെഗറ്റീവാണ്, ഒഴുക്കിക്കളയാൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ടാങ്ക് എടുക്കുന്നു. ടാങ്കിന്റെ കപ്പാസിറ്റി കാണാൻ, ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കാണാൻ തന്നിരിക്കുന്ന മിനിറ്റ് ആണെങ്കിലും മണിക്കൂർ ആണെങ്കിലും അതിൻ്റെ LCM കണ്ടുപിടിക്കുന്നു. 16 20. LCM കണ്ടുപിടിക്കാൻ വലിയ സംഖ്യ എടുക്കുന്നു. ചെറിയ സംഖ്യ കൊണ്ട് പൂർണ്ണമായി പോകുന്നു നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ 20 പോവില്ല. 40 60 80. ഈ 20ന്റെ ഗുണിതങ്ങൾ എടുത്തു പോകുന്നു. 80 16 കൊണ്ട് പോകുന്നത്. 16 5 80. LCM 80. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി, ടാങ്കിന്റെ കപ്പാസിറ്റി 80 എന്ന് കിട്ടി. ഇനി എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ 80നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 യൂണിറ്റ് ആണ് ഈ എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാനുള്ള കഴിവ്. രണ്ടാമത് പറയുന്നു ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ. ബി നിറയ്ക്കുന്നത് 20 മിനിറ്റ് കൊണ്ടാണ്. 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയ്ക്കുമെന്നറിയാൻ 80നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 ഈ ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. 1 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാനോ ശൂന്യമാക്കാനോ ഉള്ള കഴിവ്. ഇവിടെ ശൂന്യമാക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നെഗറ്റീവാണ്. ഈ 4 എന്നുള്ളത് നെഗറ്റീവ്. എയുടെ എഫിഷ്യൻസി 5 എന്നും ബിയുടെ എഫിഷ്യൻസി -4. 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത് തമ്മിൽ കൂട്ടുകയല്ല ചെയ്യുന്നത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്ന് നിറയ്ക്കുന്നു, ഒന്ന് ഒഴിവാക്കുന്നു, ശൂന്യമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 - 4 1. 2 പേരും എയും ബിയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എഫിഷ്യൻസി 1. എഫിഷ്യൻസി 1 എങ്കിൽ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് നിറയും എന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 80 എന്ന് പറയുന്ന ടോട്ടൽ ടാങ്കിന്റെ കപ്പാസിറ്റിയെ 80നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 80 മിനിറ്റ് ആണ് ആൻസർ.
ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്നുകൂടെ പറയുന്നു. എ എന്ന പൈപ്പ് 16 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നു. ബി എന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് ശൂന്യമാക്കുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടാങ്കിന്റെ കപ്പാസിറ്റിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ 2 മിനിറ്റിന്റെയും LCM കാണുന്നു. LCM 80 ആണ് ടോട്ടൽ കപ്പാസിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ ഈ ടോട്ടലിൽ നിന്നും ഈ 16 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയ്ക്കുമെന്ന് കണ്ടുപിടിക്കാൻ 80നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 5. അതാണ് എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്യുന്നു? 80 എന്ന ടോട്ടലിൽ നിന്നും 20 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കുന്നത്. അതിനെ ഡിവൈഡ് ചെയ്യുന്നു. 4 ആണ് ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. ഇനി ശ്രദ്ധിക്കേണ്ടത് എ എന്ന പൈപ്പ് നിറയ്ക്കുന്നു, അതുകൊണ്ട് പ്ലസ് ആണ്. ബി എന്ന പൈപ്പ് ഒഴിവാക്കുന്നു, ശൂന്യമാക്കുന്നു, അതുകൊണ്ട് ഇവിടെ മൈനസ് ആണ്. രണ്ടും തമ്മിൽ കുറയ്ക്കുന്നു. എ മൈനസ് ബി ആണ്. രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ന് ചോദിച്ചാൽ രണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആൻസർ 1 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എഫിഷ്യൻസി രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി 1 ആണ് എങ്കിൽ എത്ര സമയം കൊണ്ട് നിറയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ടോട്ടലായ 80ൽ നിന്നും ഈ 1നെ ഡിവൈഡ് ചെയ്യുന്നു. 80 ഡിവൈഡ് ബൈ 1 സമം 80 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ടാങ്കിന്റെ നിർഗമന കുഴൽ തുറന്നാൽ 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ബഹിർഗമന കുഴൽ തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് ഒഴിയും. 2 കുഴലും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നാണ് ചോദ്യം. LDC കാസർഗോഡ് ചോദിച്ച ചോദ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. 2 കുഴലുകളാണ്. ഒന്ന് എ എന്നും ബി എന്നും എഴുതാം. ആദ്യം പറയുന്നു നിർഗമന കുഴൽ അല്ലെങ്കിൽ ഇൻലൈറ്റ് പൈപ്പ്. ഇൻലൈറ്റ് പൈപ്പ് നിറയ്ക്കുന്നത് 2 മണിക്കൂർ കൊണ്ടാണ്. രണ്ടാമത് പറയുന്നു ബഹിർഗമന കുഴൽ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് പൈപ്പ് 3 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടാങ്കിന്റെ കപ്പാസിറ്റിയാണ്. ടാങ്കിന്റെ കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് രണ്ടിന്റെയും LCM കാണുന്നു. 2, 3. അതിന്റെ LCM 6 ആണ്. LCM കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കുന്നത് ഓരോന്നിന്റെയും എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി കാണാൻ ഈ തന്നിരിക്കുന്ന LCM ഈ കപ്പാസിറ്റിയെ 2 മണിക്കൂർ കൊണ്ടാണ്. 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയ്ക്കുമെന്നറിയാൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3. ഇൻലെറ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി 3 എന്നും ഔട്ട്ലെറ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി കാണാൻ ടോട്ടൽ 6 ആണ്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ആണ് ഔട്ട്ലെറ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി 2. ഇത് രണ്ടും കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഔട്ട്ലെറ്റ് പൈപ്പ് അല്ലെങ്കിൽ ബഹിർഗമന കുഴൽ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാനാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഇടണം. ഇനി 2 പൈപ്പും തുറക്കുന്നു. 2 പൈപ്പും തുറന്നാൽ 3 മൈനസ് 2. കാരണം 1 നിറയ്ക്കുന്നു, 1 ഒഴിവാക്കുന്നു. 3 മൈനസ് 2 സമം 1 എന്നുള്ളതാണ് എയുടെയും ബിയുടെയും അല്ലെങ്കിൽ ഇൻലെറ്റ് പൈപ്പിന്റെയും ഔട്ട്ലെറ്റ് പൈപ്പിന്റെയും ആകെ എഫിഷ്യൻസി. 1 ആണ് എഫിഷ്യൻസി. ഇനി എത്ര സമയം കൊണ്ട് നിറയും എന്ന് കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന ടോട്ടൽ കപ്പാസിറ്റിയെ ഈ എഫിഷ്യൻസി ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 മണിക്കൂർ കൊണ്ടാണ് ഈ ടാങ്ക് നിറയുന്നത്. അപ്പൊ ഇത്രയുമാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രധാനമായും ബേസ് ലെവൽ ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.